ഏറ്റവും നിർണായകമായത് ഇന്നലെ ലഭിച്ച ആ സൂചനകൾ തന്നെയാണ്. ഹൈഡ്രോളിക് ജാക്കിയും ഒപ്പം 2 ഭാഗങ്ങളും അത് അർജുന്റെ ലോറിയുടേതാണെന്ന് ഉടമ മനാഫ് തന്നെ ഇന്നലെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. അദ്ദേഹം ഇന്നും അത് ആവർത്തിച്ചു. അത് വലിയ പ്രതീക്ഷയുണ്ട് അത്തരത്തിൽ ഒരു വസ്തുക്കൾ കിട്ടിയതെന്ന്. ഏതായാലും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മൽപ്പെ തെരച്ചിലിനായി ഇപ്പോൾ ഡീസലിന്റെ അംശം കണ്ടെത്തിയ ഭാഗങ്ങളിൽ തെരച്ചിൽ നടത്താനായി ഒരുങ്ങുന്നതാണ്. മൽപ്പെ ആ ഭാഗം കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തും. അദ്ദേഹം അതിനായി ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. എന്തായാലും ഇപ്പോൾ മറ്റേ NDRFന്റെ ഒരു സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ MLA കാർവാർ MLA അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് ഇത്തരത്തിൽ പക്ഷേ മൽപ്പയുടെ ഒരു പ്രതികരണം നമുക്ക് തേടാം. ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള പ്രതികരണമാണ്. എന്താണ് ഒരു പ്രതീക്ഷ? ഇറങ്ങാൻ പോകും. ഇപ്പൊ DC ഒരു പറഞ്ഞുണ്ട്, ചിലപ്പോ ഇവിടെ തന്നെ ഉണ്ട്. അവർ കണ്ടിട്ട് ഇപ്പൊ കീഴെ ഇറങ്ങും. ഒരു 5 നിമിഷം നിക്കാൻ ചൊല്ലി. ഇപ്പൊ ഞാൻ അങ്കൊല്ല വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു 5 നിമിഷം വന്നിട്ട് നീ കീഴെ ഇറങ്ങാൻ ചൊല്ലി. അവർ MLA DC ഒരു കളക്ടർ പറഞ്ഞുണ്ട്. ഇപ്പൊ ഇറങ്ങണം. അതെ, അവര് ഒരു ഫോണാക്കി ഇപ്പൊ ഒരു 5 നിമിഷം അടുത്ത അങ്കൊല്ല ഉണ്ടെന്ന്. ചിലപ്പോ ഇപ്പൊ ഒരു ബറവ് വന്നിട്ട് കീഴെ ഇറങ്ങും. രാവിലെ ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥ ഉണ്ടായിരുന്നു. അത് മഴ പെയ്യാൻ അങ്ങനെ തന്നെ ഉണ്ട്. ചിലപ്പോ ഇപ്പൊ വെയിൽ വന്ന ഇപ്പൊ നല്ലതാവും. അതിനിപ്പോ വേഗം തുടങ്ങിയോ നല്ലത്. ആദ്യം ഞങ്ങളിപ്പോ വയലിന്റെ ബസ് കൊഞ്ചം കാണുന്നുണ്ട്. അവിടെ തന്നെ കീഴെ പോയിട്ട് നോക്കും ഒരു വണ്ടി. പിന്നെ ഈ സൈഡ് പിന്നെ നെക്സ്റ്റ് നോക്കും. അവിടെ വയലിന്റെ ബസ് എവിടെ കാണോ അവിടെ തന്നെ കീഴെ പോയിട്ട് ആ സ്ഥലം നോക്കും. കൊഞ്ചമായിട്ട് കാണുന്നുണ്ട്. പോലീസ് എന്താ പറഞ്ഞത്? അവര് ചൊല്ലിട്ടുണ്ട്. നമ്മളിപ്പോ അവര് സമയം നിൽക്കാനാവില്ല. എന്ന് പറഞ്ഞാൽ വെള്ളം കൂടിയിരിക്കും. പിന്നെ വെള്ളത്തിന്റെ വലി ഒരുപാടാവും. മഴ ഇപ്പൊ നിന്നലെ നമ്മള് MLA സാർ അവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അവർ DC ഇപ്പൊ ഫോണാക്കിയെന്ന് പോലീസുകാർക്ക് ഇപ്പൊ 5 നിമിഷം ഇത് വന്നിട്ട് പിന്നെ ഇറങ്ങാൻ. പോലീസ് ഒരു സമയം പറഞ്ഞല്ലോ 10 മണി. അവർ 10 മണി ചൊല്ലി. പക്ഷേ നേരത്തെ ഇറങ്ങേണ്ടതുണ്ടല്ലേ? കാലാവസ്ഥ മാറ്റം സാധ്യതയുണ്ട്. അതിന് ഞങ്ങൾ വിവേകം ചെയ്യുന്നത് നല്ലത്. മറ്റ് സജ്ജീകരണങ്ങളെല്ലാം എല്ലാ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? നമ്മൾ റെഡിയുണ്ട്. ഇപ്പൊ ഇന്ന് കൂടുതൽ മറ്റ് സംവിധാനങ്ങളുണ്ട്. ഇവിടുത്തെ ഒഫീഷ്യൽ സംവിധാനങ്ങൾ കൂടി ഉണ്ട്. NDRF SDRF ഒക്കെ. SDRF ഇവിടെ തന്നെ ഉണ്ട്. അവരുടെ ഇപ്പൊ ഞാൻ കേട്ട് അവരുടെ സ്കൂബ ഡൈവിംഗ് ഒന്നുമില്ല. മേലെ ഒരു തിരക്കുണ്ട്. സപ്പോർട്ട് മാത്രമേ ഉണ്ടോ. അതിനിപ്പോ വെറും ഇപ്പൊ അവർ വന്നിട്ട് ഒരുമിച്ച് ചെയ്യാന്ന് ചൊല്ലി. അവർ കളക്ടർ വന്ന ശേഷം ചെയ്യും. ഇപ്പൊ കളക്ടർ പറഞ്ഞു. ഇപ്പൊ പോലെ ഇറങ്ങി. ഇപ്പൊ 5 നിമിഷത്തിൽ വരുമെന്ന് ചൊല്ലി. ശരി. പുഴയിലിറങ്ങുന്നതിന് മുമ്പ് ഈശ്വർ മൽപ്പെ സംസാരിക്കുകയായിരുന്നു.